ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ ഫോൺ വരുമ്പോഴത്തേക്ക് സുധി വാഷ്റൂമിലായതുകൊണ്ട് ശ്രുതിയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണ്. അങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നും സുധി ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യവും ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യവും നമ്മുടെ ചന്ദ്രമതി മനസ്സിലാക്കുകയാണ്. അതുമാത്രമല്ല ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും തമ്മിലുള്ള സംസാരത്തിൽ നിന്നും ഭാമയുടെ വീട്ടിൽ വന്ന് തെറാപ്പിസ്റ്റാണ് ശ്രുതി എന്നുള്ള കാര്യം, ആ തെറാപ്പിസ്റ്റ് ശ്രുതിയാണ്, ശ്രുതിയുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രമതി തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മ ചന്ദ്രമതി ആണെന്നുള്ള സത്യവും നമ്മുടെ ശ്രുതിയും തിരിച്ചറിയുകയാണ്. അങ്ങനെ ചന്ദ്രമതി ചോദിക്കുകയാണ്, മോളെ നീ എന്താ നേരത്തെ വിളിച്ച് പറയാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അത് അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ആരുമില്ല, അനാഥനാണ്, വിളിച്ചറിയിക്കാനും ഒന്നും ആരുമില്ല എന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് വിളിച്ചു പറയാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയുകയാണ്, എൻ്റെ കുഞ്ഞ് അത്രത്തോളം വേദനിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവനെ അറിയൂ, അതുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ ദണ്ണം കൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ മോള് അവനോട് പറഞ്ഞേക്കണം, അവന് അമ്മയുണ്ട്, ആരില്ലെങ്കിലും അവന് അമ്മയുണ്ടെന്ന് പറയണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, ശരി ആൻറ്റി, ഞാൻ ഈ ഹോസ്പിറ്റലും അതുപോലെ ഇതിൻ്റെ ലൊക്കേഷനാണെങ്കിൽ ഞാൻ ആൻറ്റിയുടെ ഫോണിലേക്ക് ഇട്ട് തന്നേക്കാം, അപ്പോൾ അത് നോക്കി ആൻറ്റി ഇങ്ങോട്ട് പോന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ ഭാമയെ വിളിക്കുകയാണ്. എന്നിട്ട് ഭാമയോട് പറയുകയാണ്, ഭാമേ, എൻ്റെ സുധി എവിടെയുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്, അവൻ ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിലാണ് ഭാമേ എന്നിങ്ങനെ പറയുന്നത്. ഭാമ ചോദിക്കുകയാണ്, ആക്സിഡൻറ്റോ? എന്താ ചന്ദ്രൻ ഈ പറയുന്നത്? അതേന്നേ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം ഭാമേ, ഞാൻ നിൻ്റെ വീട്ടിൻ്റെ ഇലയാണ് വരുന്നത്, നീ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് നില്ല, നമുക്ക് ഒരുമിച്ച് പോവാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ഭാമയോട് നമ്മുടെ ചന്ദ്ര പറയുകയാണ്. അതേസമയം നമ്മുടെ സച്ചി ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, സച്ചിയുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ്, എടാ സച്ചി, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്താടാ, എന്ത് ഉപകാരമാണ് നിനക്ക് വേണ്ടത്? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ, അതായത് നമ്മുടെ സുധി കിടക്കുന്ന ഹോസ്പിറ്റലാട്ടോ, അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്യാഷ് അവിടെ ഇന്ന് അടച്ചാലേ ആ കിടക്കുന്ന വ്യക്തിക്ക് ഡിസ്ചാർജ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടുന്ന ക്യാഷ് ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം, നീ ദയവ് ചെയ്ത്, എനിക്കിപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് നീ ആ പൈസ കൊണ്ട് അടച്ചിട്ട് അവർക്ക് ഒന്ന് ഡിസ്ചാർജ് ഒന്ന് ചെയ്തൊന്ന് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ്, അതിനെന്താടാ, ഇനി എത്ര വലിയ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളൊക്കെ അല്ലേടാ എൻ്റെ ചങ്കെന്ന് പറയുന്നത്, നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനത് മാറ്റി നിർത്തിയിട്ട് ഓട്ടത്തിന് പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇനി എത്ര ഓട്ടം വന്നാലും നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്തും, എന്തായാലും ഞാനിപ്പോൾ തന്നെ അതിനായിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഗൗരവത്തിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി വാഷ്റൂമിൽ നിന്ന് വരികയാണ്. അപ്പോൾ ബെഡിലാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ, എന്ത് പറ്റി വല്ലാണ്ടിരിക്കുന്ന മുഖം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല, ഞാൻ നിങ്ങളെപ്പറ്റി വിചാരിച്ചതെല്ലാം വെറും വിഡ്ഢിതരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങൾ നല്ല രീതിയിൽ കള്ളം പറയുന്ന ആളാണ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി അങ്ങനെ പറയാൻ കാരണം? ഞാൻ അങ്ങനെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടില്ലേ, ഇന്നലെ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വീട്ടുകാരാരുമില്ല, ബന്ധുക്കൾ ആരുമില്ല, അനാഥനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ അമ്മ ഫോൺ വിളിച്ചതോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എൻ്റെ അമ്മ വിളിച്ചു എന്നോ? അതെ, നിങ്ങളുടെ അമ്മ വിളിച്ചു, ഞാനാ ഫോൺ എടുത്തത്. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, എന്തായാലും ചന്ദ്ര മാമിൻ്റെ മോനാണ് നിങ്ങളെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അമ്മയെ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അറിയാം, എനിക്ക് അമ്മയെ അറിയാം, ഞാനൊരു തെറാപ്പിസ്റ്റ് അല്ലേ. അപ്പോൾ ഭാമാൻ്റിയുടെ വീട്ടിൽ ഞാൻ പോയ സമയത്തിന്, ഭാമ മേഡത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് ചന്ദ്ര മേഡത്തിനെ ഞാൻ കണ്ടതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അമ്മയുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ അമ്മ നിങ്ങളെ തഴഞ്ഞിട്ടൊന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി, നിങ്ങളോട് നല്ല സ്നേഹമുള്ള ആളാണ് നിങ്ങളുടെ അമ്മയെന്നും മനസ്സിലായി, പിന്നെ എന്തിനാണ് നിങ്ങൾ കള്ളം പറഞ്ഞത്? അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്നോട് പറഞ്ഞ പലതും കള്ളമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല ശ്രുതി, എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും എന്നോട് ഒരു വിലയില്ല, എല്ലാവർക്കും ആവശ്യം പണം തന്നെയാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് നാണക്കേട് അനുഭവിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് വേദനിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ എന്തിനാണ് ബന്ധങ്ങളുടെ പേരെടുത്ത് പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ പറയാഞ്ഞതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ? അതായത് പഴയ പ്രണയത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതെല്ലാം ശരിയാണ്, ഞാൻ മറ്റൊരു കള്ളവും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ
അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുധി അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇങ്ങനെ പറയുകയാണ്, അത് ഇവിടെ സ്റ്റൂളിട്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്, എനിക്ക് കാലിന് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് കിടക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതി പറയണം, അയ്യോ സോറി ശ്രുതി, ഞാൻ ഓർത്തില്ല, ശ്രുതി കിടക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതി അങ്ങനെ കട്ടിലിൽ കയറി മെല്ലെ കിടക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അവിടെ സ്റ്റൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രമതി വരികയാണ്. ചന്ദ്രമതി വന്നിട്ട് റിസപ്ഷനിൽ തിരക്കുകയാണ്, സുധിയുടെ കിടക്കുന്ന റൂം തിരക്കുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമയും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ചന്ദ്രമതിയും ഭാമയും കൂടെ റൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കിടക്കുന്നു. നമ്മുടെ ശ്രുതി അടുത്തിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി എണീറ്റ് മാറുകയാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് കരച്ചിലും തുടങ്ങുകയാണ്. അയ്യോ എൻ്റെ മോനെ, എൻ്റെ കുഞ്ഞിൻ്റെ കാലെന്തിയേ, അയ്യോ എൻ്റെ പൊന്നു മക്കളെ, ഇതെന്താടാ നിൻ്റെ കാലിന് പറ്റിയത്, നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ, എങ്ങനെയാ മോനെ, ഇത്രയും വലിയ ആക്സിഡൻ്റ് ആയിരുന്നോ മോനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, ഏയ് അത്ര വലിയ ആക്സിഡൻ്റ് ഒന്നും ആയിരുന്നില്ല ആൻറ്റി, കുഞ്ഞു വിരലിൻ്റെ തുമ്പിൽ ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭാമ ചോദിക്കുകയാണ്, ഇത്രയും ചെറിയൊരു ചതവിനാണോ ഇങ്ങനെ ഇത്രയും വലിയൊരു കെട്ടൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി ചോദിക്കുകയാണ്, നീ എന്താ ഭാമ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ ഈ കുഞ്ഞു വിരലിനാണെന്നും പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് എന്തുമാത്രം വേദന തിന്നിട്ടാണ് കിടക്കുന്നതെന്ന് നിനക്കറിയാമോ, ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ കുഞ്ഞ് വേദന അനുഭവിച്ച് കിടന്നത്, എന്നിട്ട് നീ വെറും നിസ്സാരമായിട്ട് കാണുകയാണോ ഈ മുറിവിനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാമ പറയുകയാണ്, എൻ്റെ ചന്ദ്രേ, ഇത് കുഞ്ഞു വിരലിലല്ലേ, കുഞ്ഞു വിരലിൽ ചെറിയൊരു ചതവല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര ചോദിക്കണം, അതെന്താ ഭാമേ, കുഞ്ഞു വിരലെന്താ ശരീരത്തിൻ്റെ ഭാഗമല്ലേ എന്നിങ്ങനെ ചോദിച്ച് തർക്കിക്കുകയാണ്. ഒടുവിൽ ഭാമ പത്തി മടക്കി മിണ്ടാണ്ട് അങ്ങ് ഇരിക്കുകയാണ്. ചന്ദ്രമതിയുടെ അടുത്ത് ഒരു രക്ഷയില്ലെന്നുള്ള കാര്യം നമ്മുടെ ഭാമയ്ക്ക് നന്നായിട്ട് അറിയാം. അതേ സമയത്ത് ബില്ല് പേ ചെയ്യാനുള്ള ആ ഒരു കാർഡൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ചന്ദ്ര പറയണം, ആ മോളെ ബില്ല് പേ ചെയ്യുന്ന കാർഡ് മോളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അതിങ്ങ് തന്നേരെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, പൈസയുടെ കാര്യം നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ഞാൻ മോനെ പെട്ടെന്ന് ഞാൻ വന്ന വെപ്രാളത്തിൽ ഞാൻ ബില്ലടയ്ക്കാനുള്ള പൈസയൊന്നും എടുത്തിട്ടില്ലല്ലോ മോനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, സാരമില്ല ആൻറ്റി, അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അടയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ എനിക്ക് കുറച്ച് കാശ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് എടുക്കാം, എൻ്റെ പേഴ്സ് എന്തേ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി പേഴ്സ് എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ. അങ്ങനെ 12,500 രൂപയാണ് ബില്ലെന്ന് പറയുകയാണ്. അങ്ങനെ ബില്ലടയ്ക്കാനായിട്ട് ചന്ദ്രമതി പോകാൻ നേരത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ്, വേണ്ട ആൻറ്റി പോകണ്ട, ഞാൻ പോയി അടച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ പൈസയും വാങ്ങിച്ചിട്ട് കാർഡും കൊണ്ട് നമ്മുടെ ശ്രുതി റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയാണ്, എത്ര നല്ല സ്വഭാവമുള്ള മോള്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ശ്രുതിയെ ചൂണ്ടണമെന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ശ്രുതി അങ്ങനെ ബില്ല് പേ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ സച്ചി അവിടെ എത്തുകയാണ്. സച്ചി ക്യൂവിൽ നിൽക്കുകയാണ്. 5ാമത്തെ ക്യൂ നിരയിൽ 5ാമത്തെ ആളാണ് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ നേരെ വന്നിട്ട് ക്യൂവിൽ നിൽക്കാതെ നേരെ കൗണ്ടറിനുള്ളിലേക്ക് ഇടിച്ച് കയറുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണേ, ഹലോ എന്തായി കാണിക്കുന്നത്, ഇത്രയും പേര് ഞങ്ങളെന്തിനാ ഇവിടെ കാണാനാണോ നിൽക്കുന്നത്, നേരെ ബാക്കിൽ പോട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഹേ മിസ്റ്റർ, ഞാനൊരു ലേഡിയാണ്, നിങ്ങളുടെ ആണുങ്ങളുടെ മുന്നിൽ ഞാനെന്താ നിങ്ങളുടെ ഒപ്പം നിന്ന് ക്യൂവിന് നിൽക്കണോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണം, അല്ല നിങ്ങൾ പെണ്ണുങ്ങളാണല്ലോ, ഏത് നേരവും നമുക്ക് പുരുഷന് തുല്യ അവകാശം വേണം, നമ്മൾ ലിംഗഭേദം കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്യുന്നത്, എന്നിട്ടെന്താ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ തുല്യാവകാശം വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതെ ഞങ്ങൾക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട് പോയിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാവരും ഇവിടെ സിനിമ കാണാനൊന്നും വന്നിരിക്കുന്നവരല്ല, ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്, പിന്നെ അങ്ങനെ ചുളുവിൽ വന്നിട്ട് നേരെ കയറി അങ്ങനെ മരുന്നും മേടിച്ച് പോവണ്ട, അതുകൊണ്ട് ബാക്കിൽ നിന്നാൽ മതി, പൈസ അടച്ചിട്ട് പോകണ്ട, അതുകൊണ്ട് ബാക്കിൽ നിന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു രക്ഷയില്ല. അപ്പോൾ സച്ചി പറയുകയാണ്, ഈ മുന്നിൽ നിൽക്കുന്ന 4 പേരും താൻ മുന്നോട്ട് കയറി പോകാൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഒരാൾ വാങ്ങിച്ചതിന്
ശേഷം നീ വാങ്ങിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയുകയാണ്, ആ ദേ ഈ പറയുന്നത് ന്യായമാണ്, എന്തായാലും നിങ്ങൾ വന്ന ഉടനെ നേരെ ഇടിച്ചു കയറി പോകുന്നത് ഒട്ടും മര്യാദയല്ല, നിങ്ങൾ ക്യൂ നിന്നാൽ മതി എന്ന് പറയുകയാണ്. ഒടുവിൽ നമ്മുടെ ശ്രുതിക്ക് ക്യൂ നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രുതിയെ കൂടെ തിരിഞ്ഞിങ്ങനെ ഉഴപ്പിച്ച് നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ തീരെ മോശമല്ല, തമ്മിൽ അങ്ങനെ അവർ ഉഴപ്പിച്ച് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മുടെ ശ്രുതി വരികയാണ്. എന്നിട്ട് നമ്മുടെ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ ബാക്കി പൈസയും ബില്ല് പേ ചെയ്തതിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ചന്ദ്ര താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, മോനെ ഇനി നമുക്ക് പോവാമെന്ന് പറയുന്നു. അങ്ങനെ അതിന് ശേഷം ശ്രുതിയോട് പറയണം, മോളെ ഇനി എന്നാ കാണുക എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുകയാണ്, ആൻറ്റി അത് ഭാമാൻറ്റിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുധി അമ്മയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ അമ്മ ഇങ്ങനെ പിടിച്ച് തോളിൽ തൂങ്ങി പെല്ലെ നടത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ സുധി ആണെങ്കിൽ ഇങ്ങനെ ചന്ദ്രമതിയുടെ ഷോൾഡറിൽ തൂങ്ങി പോകുമ്പോഴും തിരിഞ്ഞ് നമ്മുടെ ശ്രുതിയെ തന്നെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും നമ്മുടെ സുധിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും കൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു ഓട്ടോയിൽ നമ്മുടെ ചന്ദ്രമതി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സുധി പറയണം, അമ്മ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, പിന്നെ ഏത് നേരവും സച്ചിയുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും, അതിനേക്കാളും നല്ലത് എന്നെ അങ്ങ് വിട്ടേരെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, ഇല്ല മോനെ, അതൊന്നും ഞാൻ നിന്നെ എങ്ങും ഉപേക്ഷിക്കത്തില്ല, നിന്നെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ലടാ. ഇന്നലെ ഒരു ദിവസം നിന്നെ കാണാതിരുന്നതേ ഉള്ളൂ, എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മോൻ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങോട്ട് കയറി വാ, പിന്നെ സച്ചി ഒന്നും പറയാതെ ഞാൻ നോക്കിക്കോളാടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ സുധിയെയും കൂട്ടി അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ കാണുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കണേ, അല്ല ഇവൻ്റെ കാലിന് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണ, എൻ്റെ കുഞ്ഞിന് ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയുകയാണ്. അവനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാനും ഭാമയും കൂടി കൊണ്ടുവരികയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കണേ, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ? പറയാത്ത താമസമേ ഉള്ളൂ, പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അപ്പം തന്നെ കൂടെ വന്നേനെ, നിങ്ങൾക്ക് ആർക്കും എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി എന്നോടൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സുധിയെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ്, നല്ല മുറിവുണ്ടോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, ഇല്ല രവിയേട്ടാ, കുഞ്ഞു വിരലിൻ്റെ തുമ്പിൽ ശകലം ഒരു ചെറിയ ചതവ്. അയ്യോ, അതിനാണോ ഇത്രയും വലിയ കെട്ടൊക്കെ കെട്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ഈ കെട്ടൊന്നും നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും അല്ലായിരിക്കാം, എൻ്റെ കുഞ്ഞനുഭവിച്ച വേദനയുണ്ടല്ലോ അവന് മാത്രമേ അറിയൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. രേവതി ഇത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ സുധി അമ്മയോട് പറയണം, അമ്മ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, ഇവൻ വെള്ളം ചോദിച്ചത് കേട്ടില്ലേ, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടൊന്ന് ഇവന് കുടിക്കാൻ കൊടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, നീ എന്താ കുടിക്കാൻ ഇത്തിരി വയ്യാതെ വന്ന എൻ്റെ മോൻ ഇത്തിരി വെള്ളം ചോദിച്ചാൽ പോലും നീ കുടിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി മോന്ത വെട്ടിച്ച് അകത്തേക്കൊരു പോക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സുധിയുടെ ഓരോ കാര്യങ്ങളും രേവതിയോട് പറയരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ചന്ദ്രമതി പറയുകയാണ്, എന്തായാലും എൻ്റെ മോനല്ലേ, അവന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അകത്തേക്ക് വെള്ളം എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ സുധിക്ക് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ സച്ചിയും കൂട്ടി രേവതി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചി വന്ന ഉടനെ ചോദിക്കണേ, എന്താ നിൻ്റെ കാലിന് എന്താ പറ്റിയെന്ന് പറഞ്ഞ് ചെന്നിട്ട് വയ്യാത്ത കാല് മുട്ടോട് കൂടി പിടിച്ച് പൊക്കുകയാണ്. അപ്പോൾ സുധി ഒരൊറ്റ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിക്കണം, അല്ല നിൻ്റെ കാലിന് വല്ലതും കുഴപ്പമുണ്ടോ, അതേ നിൻ്റെ അഭിനയമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, നീ ചെക്ക് ചെയ്യാത്തതിൻ്റെ കുറവേ ഉള്ളൂ, എൻ്റെ കുഞ്ഞ് വയ്യാതെ വന്നിട്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ടുണ്ടല്ലോ, നിൻ്റെ ഭാര്യ കൊടുത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയാണ്, ഈ ഫ്രോഡിന് അവളെന്തിനാണ് വെള്ളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ തന്നെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് വന്ന ജവാനൊന്നും അല്ലല്ലോ വെള്ളം കൊടുത്ത് സ്വീകരിക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയണം, അതെ ഇവനെ ഈ കാലിൻ്റെ തുമ്പിൽ ഇത്ര ഒരു കുഞ്ഞൊരു പ്രശ്നത്തിനാണോ ഇവനെ ഇത്രയും വലിയ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്,
നിങ്ങളുടെ ഈ ആക്ഷേപവും കാര്യങ്ങളും കൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അവനെ നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയാണ്, ഓഹ് പിന്നെ എടാ ഫ്രോഡേ, നീ ഈ വീട്ടിൽ വന്നില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നീ എവിടെയാണ് നിൽക്കുന്നത് അവിടെ വന്ന് ഞാൻ നിന്നെ പൊക്കി എടുത്തുകൊണ്ട് വരും. കാരണം ഉണ്ടല്ലോ, എൻ്റെ പൈസ കിട്ടുന്നത് വരെയുള്ള എൻ്റെ ഈടാ നീ. അതുകൊണ്ട് നീ ഈ വീട്ടിൽ തന്നെ കാണും. പിന്നെ 6 മാസത്തിന് ശേഷം പൈസ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, നിൻ്റെ ഈ കാലിൽ കാണുന്ന ഈ ചെറിയ കെട്ടൊന്നും ആയിരിക്കില്ല, നിൻ്റെ 2 കാലിലും കാണും തൊട്ട് താഴെ അറ്റം വരെ വലിയ 2 കെട്ടുകൾ ഒടിച്ചിടുന്നതിൻ്റെ മുട്ടുകാല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, എന്താ സച്ചി, നിർത്തിക്കോ നിൻ്റെ സംസാരം, വയ്യാതെ വന്നിരിക്കുന്ന ഒരാളടുത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കണേ, എടാ ഫ്രോഡേ, നിനക്ക് ഇപ്പം സുഖമൊക്കെ തന്നെയല്ലോടാ, ഇപ്പം നല്ല വേദനയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. അതിനുശേഷം സച്ചി ചോദിക്കുകയാണ്, അല്ല ഈ കാലിൻ്റെ തുമ്പിലുള്ള ഈ കുഞ്ഞു കെട്ടിന് ഇവൻ എന്തിനാ ഇത്രയും കിടന്ന് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, നിങ്ങൾക്കൊക്കെ അതൊരു കുഞ്ഞു കെട്ടായിരിക്കും, എൻ്റെ കുഞ്ഞ് എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി തന്നെ പറയണം, പിന്നെ ഒരു കാര്യമുണ്ട്, കുഞ്ഞു കെട്ടെന്ന് പറഞ്ഞിട്ട് പരിഹസിച്ച് കളയാൻ പറ്റില്ല അച്ഛാ എന്നിങ്ങനെ പറയണം. എന്നിട്ട് അച്ഛനോട് പറയാണ്, അച്ഛാ, കോപ്പൺ ഹൈഗനിയിലെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ കാലിൻ്റെ പാദത്തിലുണ്ടല്ലോ ചെറിയ ഇതുപോലെ കുഞ്ഞു വിരലിലൊരു കുഞ്ഞു ചതവുണ്ടായിരുന്നു. അതങ്ങേര് കെട്ടി വച്ചില്ല, കെട്ടി വെക്കാതെ നടന്നിട്ട് പിന്നീട് അവസാനം എന്താ സംഭവിച്ചതെന്നറിയാമോ, അത് പിന്നീട് വലിയ പ്രശ്നമായി അച്ഛാ എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ഇവനിങ്ങനെ കാല് കെട്ടി വെക്കുന്നത് നല്ലത് തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ കളിയാക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയണം, അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലേ കെട്ടിവെക്കണം എന്നിങ്ങനെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ അന്തമിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സച്ചിയുടെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട്. അങ്ങനെ ഭാമയോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ്, അസുഖത്തെ പറ്റി ചോദിക്കുമ്പോൾ ഭാമ ചോദിക്കുകയാണ്, അതിന് എനിക്കെന്താ സുഖം, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. നിനക്കൊരു കുഴപ്പമില്ലല്ലേ, പക്ഷേ ഇവിടെ നിന്ന് ചിക്കൻ പെരട്ടും അതും ഇതും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ചന്ദ്ര കൊണ്ടുവരുന്നുണ്ടായിരുന്നല്ലോ ഭാമയ്ക്ക് തരാനെന്നും പറഞ്ഞിട്ട്, ഒരു കഷ്ണം പോലും എനിക്ക് തരാതെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത്രയും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭാമ നിന്ന് ബബ്ബ ആകുമ്പോൾ ചന്ദ്ര പറയണേ, എന്തിനാ ഭാമ നീ ചെയ്യാത്ത കുറ്റങ്ങൾ നീ ഏറ്റെടുക്കുന്നത്, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയാണ്, അതെങ്ങനെ ചില അവളുമാർ വീട്ടിൽ വന്ന് കയറി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എന്ന് ഇവള് കാല് എടുത്ത് നമ്മുടെ വീട്ടിൽ കുത്തിയോ അതിനുശേഷം ഇത്ര എരണക്കേടുണ്ടായതും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇവനെ കണ്ട പെമ്പിള്ളേർ തേച്ചിട്ട് പോയതിനും ഇവളെയാണോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും അവൻ്റെ കാലക്കേട് തന്നെയാണോ, പിന്നെ ഇവൻ തലയ്ക്ക് വെളിവില്ലാതെ മുന്നും പിന്നും നോക്കാതെ യാത്ര ചെയ്ത് വണ്ടിയുടെ ഇടയിൽ ചെന്ന് ചാടിയതിന് അതും ഇവൾ വന്ന് കയറിയിട്ടതാണെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അതെ, എന്തിനും ഏതിനും നിങ്ങൾക്ക് കുറ്റം പറയാനേ ഇവളെ വച്ചിരുന്ന് ആരും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആ രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. അപ്പോഴായിരിക്കും നമ്മളിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ തകർപ്പൻ റിവ്യൂവുമായിട്ട് ഒട്ടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.